കോട്ടയം രാഷ്ട്രീയത്തിലെ അവസാന വാക്കാണ്. വാക്കുകൾ കൊണ്ട് എതിരാളിയെ നിശബ്ദനാക്കാനും തന്ത്രങ്ങൾ കൊണ്ട് ചുവപ്പ് കോട്ടകളെ തകർക്കാനും അറിയാവുന്ന ഒരേയൊരു പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ CPM കേന്ദ്രങ്ങൾ അമ്പരന്ന് നിൽക്കുകയാണ്. കാലങ്ങളായി തങ്ങളുടെ തറവാട് സ്വത്തെന്ന് കരുതിയിരുന്ന പാലായും കുമരകവും ഉൾപ്പെടെയുള്ള ഓരോ തട്ടകവും കോൺഗ്രസ് പിടിച്ചെടുക്കുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ തിരക്കഥ എഴുതിയ രാഷ്ട്രീയ ചാണക്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. എല്ലാം പോയില്ലേ, പാലായും പോയില്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം വെറുമൊരു ചോദ്യമല്ല, അത് CPM-ന്റെ തകർച്ചയുടെ കുറ്റപത്രമാണ്. തോറ്റാൽ അത് അന്തസ്സായി സമ്മതിക്കാൻ CPM-ന് അറിയില്ലെന്ന് തിരുവഞ്ചൂർ ആഞ്ഞടിക്കുന്നു. നേരം വെളുക്കുന്നത് വരെ തർക്കിച്ചാലും ജനം നിങ്ങൾക്കെതിരെ വിധി എഴുതി കഴിഞ്ഞുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കുമരകത്ത് 45 വർഷത്തെ ഇടതുകോട്ട തകർന്നു വീണത് കേവലം ഭാഗ്യം കൊണ്ടല്ല, CPM-ന്റെ അഹങ്കാരത്തിനുള്ള ജനങ്ങളുടെ പ്രഹരമാണത്. സ്വന്തം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോലും പാർട്ടി വിട്ടു പോകുന്ന ഗതികേടിലേക്ക് CPM അധപതിച്ചുവെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. കഷ്ടപ്പെട്ട് ചോര നീരാക്കിയ സഖാക്കൾ പടിയിറങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ പോലുമുള്ള വിവേകം മാർക്സിസ്റ്റ് പാർട്ടിക്കില്ലാതെ പോയി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ CPM-ന്റെ ആന്തരിക തകർച്ച വ്യക്തമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആദർശം പണയപ്പെടുത്തി അപ്പുറത്തേക്ക് ചാടുന്നവർക്കുള്ള മറുപടി ഇതിലും കടുത്തതാണ്. കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ജയിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നവർ ഏക് ദിൻ കി രാജ മാത്രമാണെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. അങ്ങനെയുള്ള ചതിയന്മാർക്ക് കസേര കിട്ടിയേക്കാം, പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയിൽ ചവിട്ടിയുള്ള അവരുടെ പോക്ക് നിയമപരമായും രാഷ്ട്രീയമായും അവസാനിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നട്ടലുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതെന്നും അധികാരം കിട്ടാൻ വേണ്ടി ആരുടെ മുന്നിലും മുട്ടിലിഴയില്ലെന്നും തിരുവഞ്ചൂർ ഉറപ്പിച്ചു പറയുന്നു. ആ വീഡിയോ രംഗങ്ങൾ ഒന്ന് കാണാം. ഇവിടെ ഭൂരിപക്ഷം ഇല്ലാത്ത ചില പഞ്ചായത്തുകളിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ആളിനെ നിർത്തിയിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് പോയി തിരക്കിയാൽ മതി. ഭൂരിപക്ഷം ഇല്ല. 24 അംഗങ്ങളുള്ള ഒരു പഞ്ചായത്തിൽ അവർക്ക് 11 മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പഞ്ചായത്തിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. ഞങ്ങളൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, ആദർശപരമായ നിലപാടാണ്. ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് മാറുന്ന പ്രശ്നവും ഇല്ല. ഞങ്ങളത് കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യും. കുമരകത്തെ വല്ലാത്ത ക്ഷതായിപ്പോയി എന്ന് തോന്നുന്നു എനിക്ക്. അവർക്ക് ഇല്ലേ, ഭയങ്കര ക്ഷീണമായിപ്പോയി. എത്ര വർഷമായി കുമരകം ഞങ്ങൾക്ക് കിട്ടിയിട്ട്? എത്ര വർഷമായി? 45 കൊല്ലമായി കിട്ടാത്തൊരു സ്ഥലത്ത് അങ്ങനെയല്ലേ വന്നത്. ആ കുമരകം മാത്രമല്ല, ഈ കോട്ടയം ജില്ലയിലെ മൊത്തം ഒന്ന് എടുത്തു നോക്കണം. എല്ലാം പോയില്ലേ, പാലായും പോയില്ലേ, എല്ലാം പോയില്ലേ. പിന്നെ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കാനും ഞങ്ങളെ കുറ്റം പറയാനും നടക്കുന്നത്? ഇവർ പറഞ്ഞു നടന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ. ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ട്, ബ്ലോക്ക് ഇവിടെ ഭാരവാഹികളുണ്ട്. ഈ കോട്ടയത്ത് എന്തെല്ലാം പ്രക്ഷോഭണം നടത്തിയത് മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട്. നാടുനീളെ പദയാത്ര നടത്തിയില്ലേ, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ, എന്നിട്ട് വലിയ കുറ്റപത്രമായിട്ട് നടന്നില്ലേ. ഞാൻ ചോദിച്ച ജനങ്ങളിൽ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കിയത്? കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് പോലും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനേക്കാൾ വളരെ താഴോട്ട് പോയി. ഇതാണ് ഞാൻ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പുനർചിന്തനം നടത്താൻ പോകുന്നു എന്നാണ് ഞാൻ കേട്ടത്. അവർ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നുണ്ട്, താഴത്തെ കമ്മിറ്റികൾ കൂടുന്നുണ്ട്. അവർ പുനർചിന്തനം നടത്തി യഥാർത്ഥ പോയിന്റിൽ എത്തും എന്ന് വരികിൽ നല്ലത്, അത് അവർക്ക് നല്ലത്. അതല്ല, BJP-യുടെ പിന്തുണ വേണ്ടെന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അവിടെ അവർ സ്വതന്ത്രരല്ലേ. ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LC സെക്രട്ടറി അല്ലേ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപി അല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി. എങ്ങനെ അദ്ദേഹം ആ നിലയിലോട്ട് പോയി? എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെയാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ചിഹ്നം വിട്ടിട്ട് അദ്ദേഹം എങ്ങനെയാണ് പോയത്? 40-45 കൊല്ലക്കാലമായി കഷ്ടപ്പെട്ട വയലേലകളിൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഗോപിയാണ് ആ പാർട്ടിയോട് യാത്ര പറഞ്ഞു പോയത്. നിങ്ങളൊരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ലല്ലോ. ഒരു നിമിഷം ആലോചിക്കട്ടെ, എന്തുകൊണ്ട് ഗോപിയെ പോലുള്ള ആളുകൾ വിട്ടുപോകുന്നു? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടി പ്രയത്നിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു? ഇവിടെ നമ്മുടെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ വീടിൻ്റെ പടിക്കൽ പോലും ഞങ്ങളെ ജയിച്ചത്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഞങ്ങൾ അതിൻ്റെ പേരിൽ ആരെയും അപമാനിക്കുന്നില്ല. ഓരോ സ്ഥലവും വേണമെങ്കിൽ ഞാൻ എടുത്തു പറയാം, പക്ഷെ പറയുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട അഫക്റ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരെക്കുറിച്ച് കൂടി ഞാൻ പറയേണ്ടി വരും. അത് പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. നീണ്ടൂർ രക്തസാക്ഷികളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ.
ആ രക്തസാക്ഷി മണ്ഡപയിരിക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. നിങ്ങൾ തർക്കിക്കൂ. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഈ അറിയപ്പെടുന്ന ആളുകൾ ഇറങ്ങി, പക്ഷേ അറിയപ്പെടാത്ത പരശതം ആളുകൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം എന്ന് അറിയാനുള്ള വിനയം ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. 2010 ഇദ്ദേഹം കുമരകത്തെ നേതാവ് CPM കൗൺസിലർ വിമതനായി മത്സരിച്ച ആൾ അന്ന് പുറത്താക്കിയതാണെന്നാണ് CPM പറയുന്നത്. അന്ന് പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി പുറത്താക്കിയതാണെന്ന് അവരെന്ത് ഞാൻ പറയാം. ഞാൻ ഇന്നലെ ആരോ പറഞ്ഞു, നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ജനങ്ങൾ സഹകരിച്ചാൽ ജയിക്കും. പക്ഷെ മറ്റവരെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അതാണ് ഇപ്പം നടക്കുന്നത്. അവർ പരാജയം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തേ ഇല്ല, പിന്നെയും തർക്കിച്ചുകൊണ്ടിരിക്കും. നേരം വെളുക്കുന്നവരെ തർക്കിക്കും, ഒരു നൂറ്റാണ്ട് മുഴുവൻ തർക്കിക്കും. അതൊക്കെ അവരുടെ സ്ഥിരം പല്ലവിയും സ്ഥിരമായിട്ട് നടത്തുന്ന നടപടികളുമാണ്. ഞങ്ങൾക്കത് വിരോധമില്ല. ഒരു പാർട്ടി ഞങ്ങൾ തോറ്റേ എന്ന് പറഞ്ഞ് ഈ വഴിയെ നടക്കണം എന്നൊന്നും ഞങ്ങളവരെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകണം. ഇവിടെ നടക്കുന്ന സംഭവം എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടണം. ഇപ്പോഴും ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവരോട് എന്താ പറയുന്നത്? നമസ്കാരം എന്നല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുമരകത്ത് അല്ല, ഞാൻ പറയും കുമരകം മാത്രമല്ല, മൊത്തത്തിൽ 1000-ഓളം പഞ്ചായത്തുകളുടെ കേസുണ്ടല്ലോ. ഞങ്ങൾ എടുക്കുമ്പോൾ മൊത്തമല്ല ഞങ്ങൾ എടുക്കുന്നത്. ഞാൻ തിരിച്ചാണ് ചോദിച്ചത്. കുമരകത്തുള്ള പാർട്ടിയുടെ ഒരു സഖാവ് ജീവിതം മുഴുവൻ ആ പാർട്ടിക്ക് വേണ്ടി നിക്ഷേപിച്ചതിന് ശേഷം എങ്ങനെ ആ പാർട്ടിയുടെ പടിയിറങ്ങി എന്നതിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ പടിയിറങ്ങി വന്നയാളിനെ പിടിച്ചെടുത്ത് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസിനകത്ത് കൊണ്ട് സമർപ്പിക്കുക എന്ന കടമയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരിൽ നിന്ന് കൂറുമാറ്റാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ അവിടെ നിന്ന് പടിയടച്ച് പോന്നിട്ടുള്ള ഒരാളിനെ തിരിച്ച് പിടിച്ച് അവിടെ കൊണ്ട് സമർപ്പിക്കാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. ഏതെങ്കിലും സ്ഥാനമോഹികൾ അതിൻ്റെ പിന്നാലെ പോയി എന്ന് വരികയും ഞങ്ങൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ പാർട്ടി ചിഹ്നം കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മത്സരിച്ചു. ഒരു കൂറുമാറിയെങ്കിൽ മാത്രമേ ഫർദറായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുള്ളൂ എന്ന് അവരിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും. അവരിങ്ങനെ കൂറുമാറിപ്പോയി. അത് ഒരു കാര്യമല്ല, പിന്നെ ഒരു പാർട്ടി മാത്രമല്ല, പല പാർട്ടിയിലും അതൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ നടന്നത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം ഈ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും അത് ചെയ്യില്ല. നമ്മൾ പറയുന്നത് ഒരു ചിഹ്നത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, ഒരാദർശത്തിന് വേണ്ടിയല്ലേ. ആദർശ ലംഘനം നടത്തി മറുഭാഗത്തോട്ടങ്ങ് കൂടെ പോകുന്നു എന്ന് പറയുന്നത് വെറും സ്ഥാനമോഹം മാത്രമാണ്. അത് താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിക്ഷിപ്തമായ നടപടിയാണ്. നമുക്കതിനോട് യോജിക്കാനേ സാധ്യമല്ല. പക്ഷേ ഒരു മുഴുവൻ അംഗങ്ങളുമാണ് അങ്ങോട്ടേക്ക് മറുകണ്ഠം ചാടി അപ്പുറത്തേക്ക് പോയത്. ഏതെങ്കിലും ഒരാളായിരിക്കും അതിൻ്റെ അടിയിലുള്ളത്. ഈ മുഴുവൻ അംഗങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും അങ്ങനെ കൂടിയാലോചിച്ചിട്ട് വരാൻ സാധ്യതയില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഡീൽ ഉറപ്പിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി കാണും. ആ വ്യക്തി മറ്റാളുകളെ കൂടി പ്രേരിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാകും. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തൊരു പ്രശ്നമേ അല്ല. അസാധാരണമായ വിധത്തിലുള്ള വിജയമല്ലേ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം നേരെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചില്ലേ? ഇടതുപക്ഷമായിരുന്നു നേരത്തെ മുമ്പിലുണ്ടായിരുന്നത്. അവർ നേരെ താഴോട്ട് പോയില്ലേ? അവർക്ക് പണ്ട് കിട്ടിയതിനേക്കാൾ പകുതിയിൽ താഴെയായി പോയില്ലേ? ജില്ലാ പഞ്ചായത്ത് 57 ആയിട്ട് മാറിയില്ലേ? എല്ലാം 50-50 അല്ലേ? മുനിസിപ്പാലിറ്റികൾ മഹാഭൂരിപക്ഷം ഞങ്ങൾക്കല്ലേ? ബ്ലോക്ക് പഞ്ചായത്തുകൾ മഹാഭൂരിപക്ഷം ഞങ്ങൾക്കല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ സ്ഥാനമോഹി ഒരു വഴിക്ക് പോയാൽ അതൊന്നും അല്ല പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് വളരെ വ്യത്യസ്തമാണ്. ആദർശശാലികളായിട്ടുള്ള പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ്റെ രക്തമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ജനപ്രതിനിധികൾ. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും. അവർക്ക് കിട്ടുന്ന സ്ഥാനമാണ് ഏറ്റവും വലുത് എന്ന് അവരാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. പക്ഷേ അവരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ടാകും. അവൻ്റെ രക്തത്തിൽ ചവിട്ടിയാണ് ഈ പോകുന്നത് എന്നൊരു തോന്നലെങ്കിലും ഇവർക്കുണ്ടാകേണ്ടതായിരുന്നു. ഈ പാർട്ടി സംസ്ഥാനത്താകമാനം വലിയ നേട്ടമുണ്ടായി. പക്ഷെ ഇത്തരം ചെറിയ സംഭവങ്ങൾ ആ ശോഭ കെടുത്തുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ പ്രാദേശിക നടപടി സ്വീകരിക്കുന്നത് സംസ്ഥാന തലത്തിൽ അത്തരം നിർദ്ദേശം നൽകുന്നുണ്ടോ? അതല്ല, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഞങ്ങൾക്ക് വമ്പിച്ച നേട്ടമുണ്ടായി. എന്നോട് ഈ ചോദിച്ചത് തന്നെയാ കാര്യം. അതിൻ്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ ചീന വെളികൾ നടക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഒരു പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും. ജനവിധി ഞങ്ങൾക്ക് അനുകൂലമാണ്. ജനവിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആര് ശ്രമിച്ചാലും ശരി നടക്കാനും പോകുന്നില്ല. ഇത് താൽക്കാലികമല്ലേ?
പാർട്ടി ചിഹ്നത്തിൽ വന്നിട്ടുള്ള ആൾ സ്വാഭാവികമായിട്ടും ഇവിടെ അച്ചടക്ക നടപടിക്ക് വിധേയരാകും. മാത്രമല്ല അവർക്കെതിരായിട്ടുള്ള കേസ് പോകും. അവർ ആൻസറബിളാണ്. അവസാനം അവിടെ തീരുമാനം വരുന്നതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പോകൂ. അതുകൊണ്ട് കൂറുമാറിയവർക്ക് ആ സ്ഥാനം നിലനിർത്താൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട. അവർ കൂറുമാറി തൽക്കാലത്തേക്ക് അത് വൺ ടൈം അറേഞ്ച്മെൻറ്റാണ്. ഏക് ദിൻ കി രാജയാണ്. അതുകൊണ്ട് അവിടെ അവസാനിക്കും. പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതാണ് LDF താഴെ ഇറക്കാൻ വേണ്ടി ആരുമായിട്ടും ഒരു കൂട്ടുകെട്ടിനില്ല എന്ന്. പലയിടത്തും അങ്ങനെ SDP അടക്കമുള്ള പാർട്ടികൾ പിന്തുണച്ചപ്പോൾ മാതൃകാപരമായി കോൺഗ്രസ് രാജിവെക്കുകയും ചെയ്തു. പക്ഷേ ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് കാണുന്നത് LDF പകരം വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ LDF താഴെ ഇറക്കാൻ വേണ്ടി മറ്റ് പലരുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നേരത്തെ എടുത്ത പാർട്ടി നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും എതിരാണെന്നുള്ളത് വ്യക്തമാകുന്നു. മാത്രമല്ല അതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ കിട്ടി, വമ്പിച്ച വിജയം. ഏതാണ്ട് ഒരു 60-70% ഞങ്ങളുടെ കയ്യിലുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ആയിട്ട്. ഇതിനൊക്കെ കുറച്ചുകൂടെ കൂട്ടാൻ വേണമെങ്കിൽ നമ്പർ കൂട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ ആദർശം വിറ്റിട്ട് ആ നമ്പർ കൂടാൻ പറ്റും. ഞങ്ങളത് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞത്, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുണ്ട്, ആ വാക്ക് പാലിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാടതാണ്. ഞങ്ങൾ നിലപാട് ജനങ്ങളോട് വിശദീകരിക്കും. ജനങ്ങളത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയാൽ പിന്നീട് ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് പോകുന്ന പ്രശ്നമേയില്ല. ഞങ്ങൾ കൃത്യമായി ആ നിലപാടിൻ്റെ ഫോളോ അപ്പ് നടത്തി ഞങ്ങൾ ആ നിലയിൽ തന്നെ പോകും.